ഓറ്റിനെയും കൂട്ടി മൂകാമ്പിയിലങ്ങ് കൂടിയോ? ഒരുത്തനെ കയ്യും കണ്ണും കാണിച്ച് കൂടെ കൂടുന്ന വിദ്യ അമ്മായിയമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തത് നീയാ അല്ലയോ? ഓ, ഈ മുടിഞ്ഞവൾ എന്നീ കുടുംബത്തിൽ കാല് കുത്തിയോ അന്ന് തൊട്ട് ഈ വീട്ടിൽ നിന്ന് വിശ്വസിച്ച് ഒരാളെ പുറത്തുവിടാൻ വയ്യാതായി. എന്തിനാ ഇങ്ങനെ കുറ്റിയടിച്ച് നിൽക്കുന്നേ? അടുക്കള പണിയൊന്നുമില്ലേ? അച്ഛൻ ചായ കുടിച്ചില്ല, ചൂടാറും. ചൂടാറട്ടെ, എനിക്ക് ചൂടില്ലാത്ത ചായ ഇഷ്ടം. നീ ഇവിടെ നിന്ന് എന്റെ വായിലേക്ക് സ്പൂണിലൊന്നും ഒഴിച്ചു തരണ്ട, ഞാൻ കുടിച്ചോളാം. ആ പിന്നെ പോകുന്നത് അടുക്കളയിലേക്ക് തന്നെ ആയിരിക്കണം, റൂമിലേക്കല്ല. വേണു നടന്നു തുടങ്ങി, അവൻ ആരോഗ്യം തിരിച്ചു കിട്ടി എന്നതൊക്കെ നേരെ നല്ലതുമാണ്. അതും കണ്ടോണ്ട് എപ്പോഴും നീ അവനെ കെട്ടിപ്പിടിച്ചോണ്ട് അങ്ങനെ ഇരിക്കണ്ട. നിനക്ക് മാത്രമായിട്ട് തീരെഴുതി തന്നിട്ടൊന്നുമില്ല അവനെ. ഇന്നു മുതൽ നീ അവിടെ കിടക്കണ്ട, വേണുവിന്റെ കൂടെ ഞാൻ അങ്ങ് കിടന്നോളാം. എന്താടി ഒരു ഛേ? ഞാൻ പറഞ്ഞത് അങ്ങ് കേട്ടാ മതി. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ വേണുവേട്ടന്റെ ഭാര്യയാ, അല്ലാതെ ഇവിടെ വേലയ്ക്ക് നിൽക്കുന്ന പെണ്ണൊന്നുമല്ല. അതേടി, നീ ഇവിടുത്തെ വേലക്കാരി തന്നെയാ. ആ രീതിയിലേ നിനക്ക് ഇവിടെ സ്ഥാനമുള്ളൂ. ഇന്നു മുതലേ അടുക്കളപ്പുറത്ത് വല്ല തുണിയും വിരിച്ച് കിടന്നോണം. അവളൊരു ഭാര്യ കളിക്കാൻ നടക്കുന്നു, നാണം കെട്ടവള്. എനിക്ക് മെത്തയിൽ തന്നെ കിടന്നുറങ്ങണമെന്നില്ല അച്ഛാ. അടുക്കളപ്പുറത്തോ തൊഴുത്തിലോ എവിടെ വേണമെങ്കിലും കിടന്നോളാം. പക്ഷെ ഒരു കാര്യം അച്ഛൻ ഉറപ്പിച്ചോ, ഞാൻ എവിടെയായാലും എന്റെ ഭർത്താവും എന്റെ ഒപ്പം ഉണ്ടാവും. അതെനിക്കിപ്പോ ഉറപ്പാ. നീയൊക്കെ എന്ത് ചെയ്യാതെ ജന്മമാടി? ചവിട്ടി തേച്ചാലും ഉളുപ്പില്ലാത്ത ശവങ്ങള്. സാവിത്ത് തീർത്ഥാടനം കഴിഞ്ഞ് എത്തിയോ? എന്താ? ടാക്സി വരാൻ പറഞ്ഞിരുന്നു. ആര്? ഞാനാ ടാക്സി വിളിച്ചത്. എന്തിന്? ഗീതുമോളിത് എവിടെ പോന്നു? വന്നിട്ട് പറയാം. ആ, അത് ശരിയാവില്ല മോളെ. എവിടേക്കാന്ന് പറഞ്ഞിട്ട് പോവും. അല്ലെങ്കിൽ വേണ്ട, ഞാനും കൂടെ വരാം. തനിച്ച് ഞാൻ മോളെ എവിടേക്കും വിടില്ല. ദേ, എന്റെ കാര്യത്തിൽ ഒരുപാട് ഭരണമൊന്നും വേണ്ട. അതൊക്കെ ദേ ഇവളോട് മതി. എവിടെ പോണം, എന്തിനു പോണോന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അതിനുള്ള അറിവും പക്വതയൊക്കെ എനിക്കുണ്ട്. എവിടേക്കാണെന്ന് പറഞ്ഞിട്ടെങ്കിലും പൊയ്ക്കൂടെ ഗീതു? അച്ഛൻ ഇത്രയും ചോദിച്ചതല്ലേ. നീ നിന്റെ കാര്യം നോക്കിയാ മതി. ആ പിന്നെ, ഇനി ഇതൊക്കെ എന്റെ അമ്മയോട് എഴുന്നള്ളിക്കാൻ നിക്കണ്ട. ഞാൻ ഇങ്ങോട്ടിങ്ങ് വന്നോളാം. ഇങ്ങോട്ട് പാടി. എന്തോന്ന് ചായ ആടിയത്? ചൂടുമില്ല. ചൂടാറിയ ചായയല്ലേ അച്ഛൻ ഇഷ്ടം. തലവഴിയാ ഒഴിക്കും. ചൂടായിക്കോട്ട് പാടി. എന്നാലും ഗീതു എവിടേക്കാ പോയത്? പറഞ്ഞിട്ട് പൊക്കിവിടായിരുന്നു അവക്ക്. അതെ, അതിന് തന്നെയാ കാണണമെന്ന് പറഞ്ഞ ഒന്ന് പറഞ്ഞിട്ട് പോവാൻ. സാധാരണ എന്നെ പോലുള്ളവര് ഇത്തരം മര്യാദയൊന്നും പാലിക്കേണ്ട കാര്യമില്ല, പാലിക്കാറുമില്ല. പക്ഷേ മാഡത്തിന്റെ കാശ് വാങ്ങിച്ചു കുറെ ചോറ് തിന്നല്ലേ. പോവേ, നീ എന്താ ഉദ്ദേശിക്കുന്നേ? അതെ മാഡം, ഞാൻ ഈ നാട്ടിൽ വന്നത് ഒരുത്തിനെ തേടിയാ, എന്റെ കെട്ടിയുള്ള കാമുകനെ. അതിനിടയിലാ എന്റെ പെറ്റകളെ കണ്ടതും ഒളിച്ചു താമസിക്കാൻ ഒരു ഇടം കിട്ടിയതും. കാര്യം ഒരു രസമൊക്കെ ഉണ്ട്, എന്നാലും വേണ്ട, ഞാൻ ഇവിടുന്ന് പോവുക. അപ്പൊ നീ ഏറ്റ കാര്യങ്ങളോ? നീ പോയാ നിന്റെ സ്ഥാനത്ത് വേറൊരാളെ ഞാൻ കണ്ടെത്തിക്കൊള്ളാം. നിന്നേക്കാൾ കേമന്മാരുണ്ടല്ലോ ഈ നാട്ടില്. എന്നാ ഏറ്റെടുത്ത പണി തീർപ്പാകാതെ പോകുന്നവനാ രഘു എന്നുള്ള ചീത്തപ്പേരും കൊണ്ടാവും നീ പോവുക. അത് വേണോ? ഏട്ടനാണല്ലോ. ഹലോ, എന്താ ഏട്ടാ? ലക്ഷ്മി, അതെ, ഗീതുമോൾ ഇപ്പോ ഒരു ടാക്സി വിളിച്ചു വരുത്തി അതിൽ കയറി അങ്ങ് പോയി. പോയിന്നോ? ഏട്ടൻ എന്താ ഈ പറയുന്നേ? അവൾ എങ്ങോട്ട് പോവാനാ? ഞാൻ ചോദിച്ചതാ.
അവൾ എന്നോടൊന്നും പറഞ്ഞില്ലെന്നേ. അമ്മ വിളിച്ചു പറയില്ല എന്ന് പറഞ്ഞു. എന്നിട്ടൊരൊറ്റ പോക്കും. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഏട്ടാ ഫോൺ വെക്കേ. ഓ, എന്താ മാഡം? ഏയ് ഒന്നുമില്ല. നിങ്ങളുടെ മോള് ചാടിപ്പോയില്ലേ ഗീതു? അവളെ കണ്ട അന്നേ ഞാൻ കരുതുക അവള് വള്ളി പൊടിച്ച് ചാടുമെന്ന്. ഫോൺ സ്വിച്ച് ഓഫ് അല്ലേ? ആ മാഡം ഫോൺ കട്ടി. എന്നിട്ട് ആ മറ്റവനില്ലേ അവളുടെ കാമുകൻ ചക്കൻ, അവന്റെ നമ്പറിൽ വിളിക്കും. ഗീതു അവന്റെ ഒപ്പം കാണും. ആ കറക്റ്റ് ആയിരിക്കും, വിളിച്ചോ. ബെല്ലടിക്കുന്നുണ്ടോ? ആ ബെല്ലടിക്കും, പക്ഷേ ഫോൺ എടുക്കില്ല. ടെൻഷൻ ആവണ്ട, അവർ ഒരുമിച്ചുണ്ട്. നമ്മളിത് എത്ര കണ്ടതാ. മാഡത്തിന്റെ മോള് ഗർഭിണിയല്ലേ? അപ്പോ ലോഡ്ജിലോ ഹോട്ടലിലോ റൂം എടുത്തിട്ടുണ്ടാവില്ല, ദൂരേക്കെങ്ങും പോയിട്ടുണ്ടാവില്ല. ഈ ലൊക്കാലിറ്റിയിൽ തന്നെ അവരുണ്ട്. മാഡത്തിന് ഏതെങ്കിലും സ്ഥലം സംശയമുണ്ടോ? നീ വണ്ടി കയറ. ഞാൻ പറഞ്ഞോ? കയറ്. സന്തോഷായി ഗീതു, മതി. ഇത് മാത്രം മതി എനിക്ക്. നിനക്ക് എന്നെ ഒന്നൊന്ന് കാണണം തോന്നിയല്ലോ, എന്നോട് ഒരു വാക്ക് മിണ്ടണമെന്ന് തോന്നിയല്ലോ. മനു, ഞാൻ വന്നത് വേറൊരർത്ഥത്തിൽ നീ ഇതിനെ കാണണ്ട. ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. നീ ഇവിടുന്ന് പോണം, ഈ നാട്ടീന്ന്. എവിടേക്ക്? എവിടേക്കെങ്കിലും. ഓഹോ, അപ്പൊ ഞാൻ ഒളിച്ചോടണം അല്ലേ? ഇത് നിന്റെ ബുദ്ധിയോ അതോ നിന്റെ അമ്മ പറഞ്ഞു തന്നോ? മനു പ്ലീസ്, ഇനി നീ ഇവിടെ നിന്ന് ആപത്താണ്, കൊല്ലും നിന്നെ. അതിന് നിനക്കെന്താ? ഒഴിഞ്ഞു കിട്ടുമല്ലോ നിനക്കെന്റെ ശല്യം. പിന്നെ സുഖമായിട്ട് ജീവിക്കാലോ അമ്മയ്ക്കും മോൾക്കും. അതുപോലെ എന്നെ രക്ഷിക്കാൻ നിനക്കെന്ത് കാര്യം? മനു, ഞാൻ പറയുന്നത് ഒന്ന് മനസ്സിലാക്ക് പ്ലീസ്. എന്തിനാ ഗീതു നീ എന്നെ സ്നേഹിച്ചത്? എന്തിനാ സ്നേഹിച്ചതുപോലെ പറ്റിച്ചത്? വേണ്ട വേണ്ടെന്ന് ഒരുപാട് വട്ടം പറഞ്ഞതല്ലേ ഞാൻ? നമ്മൾ തമ്മിലുള്ള അന്തരം പറഞ്ഞറിയിച്ചതല്ലേ? എന്നിട്ടും നിനക്കെല്ലാം വെറും തമാശയായിരുന്നു. അല്ലലറിയാതെ ജീവിച്ചവളുടെ ഒരു നേരം പോക്ക്, എന്റർടൈൻമെന്റ്. ഞങ്ങൾ പാവങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല ഗീതു. സ്നേഹിച്ചു തുടങ്ങിയ പിന്നെ അത് ചങ്കിൽ കൊത്തിവെച്ചതുപോലെയാ, മായ്ച്ചു കളയാൻ കഴിയില്ല ചത്താലും. മനു പ്ലീസ്. എടീ, നിന്റെ അമ്മയ്ക്ക് ഭ്രാന്ത. അവര് കരുതുന്ന പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഒരിക്കലും വേണുഗോപൻ നിന്നെ കെട്ടി കൂടെ താമസിപ്പിക്കാൻ പോണില്ല. ഒടുവിൽ പെരുവഴിയിലാവാൻ പോകുന്ന നീ ആയിരിക്കും. അറിയാം, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, നീ ഇപ്പൊ ഈ നാട്ടിൽ നിന്നൊന്നും മാറി നിൽക്ക്. അമ്മയുടെ ദേഷ്യവും പകയും ഒക്കെ മാറിയിട്ട് വന്നാ മതി. അത്രയും നാള് ഞാൻ പിടിച്ചു നിന്നോളാം. മനു പറഞ്ഞത് നേരാ. ഒരു തമാശയായിരുന്നു നീ എനിക്ക് കുറച്ചു കാലം മുമ്പ് വരെ. പക്ഷെ ഇപ്പൊ നീ എനിക്ക് അന്യനല്ല, എന്റെ കുഞ്ഞിന്റെ അച്ഛനാ. നിന്റെ ഈ കണ്ണീര് സത്യമാണെങ്കിൽ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ഒരു വാക്ക് എന്നോട് പറഞ്ഞാൽ അനുസരിച്ചോളാം. നീ പറയുന്ന എന്തും പറ, ഒരു വട്ടം, ഒരൊറ്റ തവണ പറ ഗീതു. മനു, അത് നീ പറ 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 ഗീതു. അയ്യോ, വേണ്ട,
വാടി ഇങ്ങോട്ട്. എടി, എന്നെ. വരൂ. മനുവിനെ ഒന്നും ചെയ്യല്ലേ. അയ്യോ. മനല്ലേ പറഞ്ഞത്? അമ്മ വിട്. മനു. പെട്ടെന്ന് കൊണ്ടുപോ. വിട്. പോകാൻ. എന്നൊന്നും ചെയ്യരുത്. എടാ, ഞാൻ കാല് പിടിക്കാം. എന്നെ ഒന്നും ചെയ്യരുത്. അടങ്ങ്. അടങ്ങടാ. ധൃതി വെക്കാണ്ടിരിക്കേ. ഞാൻ ടൈം തരാടാ. പ്രോഗ്രാം കമ്മിറ്റിക്കാർ പോയി. പക്ഷേ അഡ്വാൻസ് വാങ്ങിച്ച സ്ഥിതിക്ക് പ്രോഗ്രാം നടത്താതിരിക്കാനാവോ? ഇല്ല. പ്രോഗ്രാം നടക്കണം. പ്രോഗ്രാം നടക്കണം. നടത്തണം. ലക്ഷ്മിയുടെ കാറാണല്ലോ ഈശ്വര. ഗീതുവിനെ കണ്ടോ ആവോ? അറിയണ്ട ഇവിടെ ആരും നിന്റെ നല്ല സ്വഭാവം. വാ. ഹോ, ആശ്വാസമായി. ഞാനിവിടെ തീതിനുകാരുന്നേ. മോൾ എന്നെ നോക്കി കണ്ണൂരിട്ടണ്ട. പിണങ്ങും വേണ്ട. ലക്ഷ്മിയോട് എനിക്ക് പറയാതിരിക്കാനാവോ? ഗീതു മോളെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നേ. എന്തെങ്കിലും സംഭവിച്ചു പോയാ സമാധാനം പറയണ്ടേ ഞാൻ? ഒരു ടാക്സി ഒന്ന് നിൽക്കുക, മോൾ അകത്തുനിന്ന് ഇറങ്ങി വരിക, ദേ കയറി പോകുന്നു. എവിടേക്കാന്ന് ചോദിച്ചാന്നേ ഒരക്ഷരം ഉണ്ടാ ഒരു പോക്ക്. അത് ഏട്ടാ, ഇവള് ഡോക്ടറെ അടുത്ത് പോയതാ. ഓ, അതൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഞാനിവിടെ ചെല്ലുമായിരുന്നല്ലോ. അത് ഏട്ടൻ അറിയാലോ, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ ഏട്ടാ. ആരുടെ സഹായം സ്വീകരിക്കുന്ന ഇഷ്ടമല്ല. ഓ, എന്തായാലും ആപത്തൊന്നും കൂടാതെ ഇനി വന്നല്ലോ മോള്. ആ ടെൻഷൻ അങ്ങ് ഒഴിഞ്ഞു. ആ, നിങ്ങൾ അകത്തോട്ടിയല്ലേ? ഏട്ടത്തി വന്നില്ലേ ഏട്ടാ? എവിടെ? അവളിനിയും വരുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. അടുക്കളെല്ലാം മൂച്ചാട്ട ഉണ്ടാവും, അംബിക. എന്തെങ്കിലും വേണേ പറഞ്ഞാ മതി. പറയരുതെന്ന് പറഞ്ഞിട്ട് എത്തിച്ചു അല്ലേ? ചിരിക്കല്ലേ? ഇതൂടി കഴിക്കേ. അപ്പൊ ചിരിക്കേ, കാപ്പി എടുക്കാം. കഴിക്ക്, നീ കഴിക്ക്. ഇവിടുത്തെ ഭരണം നടത്തി ക്ഷീണിച്ചത് നീയല്ലേ? സന്തോഷം ആഘോഷമൊക്കെ നിനക്ക് അല്ലേടി? അപ്പച്ചി മിണ്ടരുത് നീ എന്നോട്. കണ്ടിടന്നിറങ്ങി കൊച്ചുണ്ടാക്കി കേറി വന്നപ്പോ പറഞ്ഞതാ ഞാൻ എന്റെ ഏട്ടനോട് ഇവനോടും, നിന്നെ ഈ കുടുംബത്തിൽ കാല് കുത്തിക്കരുതെന്ന്. എന്നിട്ടിപ്പൊ കണ്ടില്ലേ, കുടുംബക്കാരൊക്കെ പുറത്തും, നീ മാത്രം അകത്തും. പഠിച്ച കള്ളിയാ നീ. ആണിനെ മയക്കാൻ പഠിച്ച കള്ളി. വേണ്ടൂട്ട, എന്തിനാടി തടഞ്ഞു പിടിക്കുന്നേ? കൈയും കാലും അനങ്ങി തുടങ്ങിയപ്പോ തന്നെ ഇവനെ കൊണ്ട് സ്വന്തം തന്തയുടെ കഴുത്തിൽ തന്നെ പിടിപ്പിച്ചവളല്ലേ നീ? അവനെ ഇങ്ങ് വിട്, തടയണ്ട. അമ്മ മതി, വാ. നീ വിട്. എടാ വേണു, നീ കണ്ടോ ഇവളെ? ഗീതുനെ നീ കൊടുത്ത സമ്മാനം ഇവളുടെ വയറ്റില്. ഇവളുടെ പിത്തലാട്ടത്തിൽ വീണു മയങ്ങിയപ്പോ നീ എന്റെ മോളെ മറന്നു. എത്ര മറന്നാലും മറക്കാനാവാത്ത സമ്മാനമല്ലേ നീ ഇവക്ക് കൊടുത്തത്? എന്റെ മോളേക്കാൾ എന്ത് യോഗ്യതയാടാ ഈ നിൽക്കുന്ന പിഴച്ചവൾക്കുള്ളത്? അപ്പച്ചി, ഇതുവരെ ഞാൻ ക്ഷമിക്കും. വാക്കുകൾ അതിരുവിട്ട പിഴച്ചവൾ ആരാണെന്ന് ഞാൻ ഉറക്കെ അങ്ങ് വിളിച്ച് പറയും. പറയട്ടെ? ആ ചൂലേ, നിന്നോടല്ല ഞാൻ ഇവനോടാ സംസാരിച്ചത്. എന്റെ ഏട്ടന്റെ മോനാ ഇവൻ. അതിനിടയിൽ കയറി സംസാരിച്ചല്ലോ. എന്റെ ഭർത്താവായത്. ഞങ്ങൾക്കിടയിലേക്ക് അപ്പച്ചി കടന്നു വന്നത്. കേട്ടോടാ വേണു, ഞാൻ വന്നതുപോലെ ഇവക്ക് ബോധിച്ചിട്ടില്ല. അപ്പച്ചി, വാക്കുകളുടെ അർത്ഥം മാറ്റണ്ട. എടീ, നീ എന്നെ അർത്ഥം പഠിപ്പിക്ക. അമ്മ ഇനി വരാൻ. മിണ്ടാതിരിക്കാൻ പറഞ്ഞില്ല നിന്നോട്? കഴിവില്ലാതെ പോയത് നിനക്കാ. കണ്ടില്ലേ, നീ ഇരിക്കേണ്ടടുത്ത് കണ്ടവളുമാര് വന്ന് കേറി ഇരിക്കുന്നത്. എടാ വേണു, ഇവിടെ നിന്ന് ഒളിച്ചോടാൻ നിനക്കാവില്ല. നിന്നെ വിശ്വസിച്ച പാവം പെണ്ണ നീ, ചതിച്ച പെണ്ണ്.
നീ എത്ര നിഷേധിച്ചാലും ശരി, ഗീതുവിന്റെ കുഞ്ഞിന്റെ അച്ഛൻ നീ തന്നെയാ. മറക്കണ്ട, മറന്നു പോവരുത്. അമ്മയൊന്ന് വരുന്നുണ്ടോ? ഓ അംബികേ, ഈ സുഖം ആഘോഷോ ഒരുപാട് കാലം നീ അനുഭവിക്കില്ല. എന്റെ ശാപം നിന്റെ തലയ്ക്ക് മുകളിലുണ്ട്, സൂക്ഷിച്ചോ നീ. ശ്ശോ, വാ അമ്മേ, വരാനല്ലേ പറഞ്ഞത്? വാ ഇങ്ങോട്ട്. സാരമില്ല, എനിക്കിപ്പോ ഇതൊക്കെ ഒരു ശീല. വേണോട്ടം കഴിക്ക്. എന്താ നോക്കുന്നേ? കഴിക്ക്. പാടി ഇങ്ങോട്ടെ. അമ്മേ, അവിടെ കിടക്ക. അമ്മേ, മിണ്ടരുത് നീ. ഇങ്ങനെ ഒന്നിനെ പെറ്റിട്ടില്ലെന്ന് കരുത ഞാൻ. അവളെ തേടി പോയിരിക്കുന്നു 2 കാശിന് വിലയില്ലാത്ത ആ ദാരിദ്ര്യവാസ ചെക്കനൊപ്പം. അമ്മേ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി നിന്നെ. നീ എന്നെ ചതിക്കല്ലേ? അല്ല അമ്മേ, അവനൊരു പാവമാണ്. അവനെ ഒന്നും ചെയ്യരുതെന്ന് വിളിച്ച് പറയാമേ പ്ലീസ്. പാവം, ഞാൻ അംഗീകരിക്കാത്ത ഒരു പാവത്തിന് നിനക്ക് വേണ്ട. കണ്ടവന്റെ ചെറ്റക്കുടയിൽ പൊറുതിക്കായല്ല സീതാലക്ഷ്മിയുടെ മകളായിട്ട് നീ ജനിച്ചതും നിന്നെ വളർത്തിയതും. എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോ തേടി പോയിരിക്കുന്നു അവള്. 2 പേർക്കും കൂടി ഒളിച്ചോടാനായിരുന്നു നിന്റെ മനസ്സിലല്ലേ? അല്ല, ഞാൻ അതിനൊന്നും അല്ല മനുവിനെ കണ്ടത്. സത്യം, അവനോട് ഇവിടുന്ന് പോവാൻ പറയാനാ. ഇവിടെ നിന്ന് ആപത്താന്ന് പറയാനാ. നീ ആരാടി? അവന്റെ രക്ഷകയോ? അമ്മേ, അവൻ അമ്മയുടെ കൺവെട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും പൊയ്ക്കോളും. അമ്മേ പ്ലീസ്, അവനെ ഒന്നും ചെയ്യരുതെന്ന് പറയാമേ. എവിടെയെങ്കിലും അവനൊന്ന് ജീവിച്ചോട്ടെ, ജീവനോട് ഇരുന്നോട്ടെ. ഞാൻ മറന്നോളാം മനുവിനെ, ഇനി ഒരിക്കലും കാണാതിരുന്നോളാം. ഞാൻ കാല് പിടിക്കാം അമ്മയുടെ. അവനെ വെറുതെ വിടാൻ പറയാം. അവന് വേണ്ടി കാല് പിടിക്കണോ നീ? അമ്മേ, ഇതിൽ ഭേദം നിനക്കെന്നെ കൊല്ലമായിരുന്നില്ലേ? എനിക്ക് മനസ്സിലാവും നിന്റെ ഈ കരച്ചിലിന്റെ അർത്ഥം. നിന്റെ ഉള്ളിൽ അള്ളി പിടിച്ചിരിക്കുക അവനോടുള്ള പ്രേമം. ഒരിക്കലും എന്റെ കണ്ണൊന്ന് തെറ്റിയതിനുള്ള ശിക്ഷയാണെന്ന് എനിക്കറിയാം. നിന്റെ ഒരു നേരം പോക്ക് അതിരി വിട്ടതിന്റെ നാണക്കേടിന്റെ മാറാപ്പ ഇത്. നീ ഇപ്പൊ വയറ്റ് ചുമക്കുന്നത്. ഈ ചുമട് ഇതിനേക്കാൾ ഇരട്ടിയായി എന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുക. അത് ഞാൻ ഇന്ന് തീർക്കയാ. കര, ശബ്ദം ഉയർത്തി കര. കരഞ്ഞ് കരഞ്ഞ് നിന്റെ കരൾ ശുദ്ധമാവട്ടെ. ആ നശിച്ചവന്റെ മുഖം മാഞ്ഞു മാഞ്ഞങ്ങ് പോവട്ടെ. മതി. ഇനി നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി,